KSU സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണത്തിന്റെ മെല്ലെപ്പോക്ക്, പ്രതികളെ മുഴുവൻ പിടികൂടിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണോ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണോ ഇപ്പോൾ KSU മാർച്ച് നടത്തിയത്? ഇപ്പോഴെന്താണ് അവസ്ഥ? സംഘർഷഭരിതമാണോ? ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ള എല്ലാ SFI പ്രവർത്തകരെയും പിടികൂടുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് KSU സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. അല്പം മുമ്പായിരുന്നു ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കാണാം എന്താണ് സംഭവിക്കുന്നത്. എത്രത്തോളം പ്രവർത്തകരുണ്ടായിരുന്നു മാർച്ചിൽ? ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റു കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോകുന്നുണ്ടോ? സ്റ്റെഫിൻ, അവരെ ഇവിടെ നിന്ന് മാറ്റുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 50ഓളം വരുന്ന പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര ഗേറ്റിലേക്ക് എത്തി. തുടർന്ന് ഈ മാത്യു കൊല്ലനാടൻ MLA ആയിരുന്നു ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. MLA പോയതിനു ശേഷം പ്രവർത്തകർ ഈ ബാരിക്കേഡ് തള്ളി മാറ്റി പ്രകോപനം സൃഷ്ടിച്ചു. തുടർന്ന് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ആ ജലപീരങ്കി പ്രയോഗിച്ചതിൽ നിന്ന് 2 ഘട്ടമാണ് ഈ ജലപീരങ്കി പ്രയോഗിച്ചത്. അതിൽ വനിതാ പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. തറയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റു. ഇപ്പോൾ അതിനുശേഷം പോലീസുമായി നേരിയ തോതിൽ സംഘർഷമുണ്ടായി, ഉന്തും തള്ളും ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ 2 ഭാഗങ്ങളിലായി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ റോഡിന്റെ മറുഭാഗത്തുകൂടി ഗതാഗതം വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ റോഡ് ഉപരോധിച്ചുകൊണ്ട് KSU പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഇവിടെ സംഘർഷം ഒഴിഞ്ഞതായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഈ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് വലിയ പ്രതിഷേധം കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രവർത്തകൻ ഇപ്പോൾ പോലീസിന്റെ വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അങ്ങനെ അസാധാരണമായ രീതിയിൽ KSUവിന്റെ പ്രതിഷേധം മാറുന്ന കാഴ്ചകളാണ് നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഈ പൂക്കോട് ജില്ലറി സർവീസ് വലിയ ആരോപണമാണ് KSU ഉന്നയിക്കുന്നത്. അതായത് ഈ 9 SFI പ്രവർത്തകരെ മാത്രമേ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളൂ. ഇനി 9 SFI പ്രവർത്തകരെ കൂടി വിദ്യാർത്ഥികളെ തൊട്ടിട്ട്
SFI ശക്തമായി പ്രതിഷേധിക്കുന്നു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരെ പോലീസ് പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരെ പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ KSU പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം KSUവിന്റെ ജില്ലാ കമ്മിറ്റികൾ നടത്തും എന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആഹ്വാനമുണ്ടായിരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, സംഘർഷഭരിതമായൊരു സാഹചര്യം, അതിന് അയവുണ്ടോ? പ്രതിഷേധിച്ച KSU പ്രവർത്തകരിൽ ചിലരെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടു. എത്രത്തോളം പ്രവർത്തകരുണ്ട്? അവരിപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണോ അതോ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ ഏതായാലും പ്രതിഷേധത്തിന് നേരിയ തോതിൽ അയവ് വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഭാഗത്ത് നിന്ന് പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിന്റെ അല്ലെങ്കിൽ പാളയം ഭാഗത്തേക്ക് മടങ്ങുന്ന കാഴ്ചകളാണ്, പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പോലീസിന്റെ ജനകീയ പ്രയോഗത്തിൽ 2 വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അവരെയാണ് പോലീസിന്റെ വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മറ്റും മാറ്റിയത്. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സംഘർഷ സാധ്യതയ്ക്ക് നേരിയ തോതിൽ അയവ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രവർത്തകരെല്ലാം തന്നെ മടങ്ങുകയാണ്. ഏതാണ്ട് 50ഓളം വരുന്ന പ്രവർത്തകരാണ്. തിരുവനന്തപുരം KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. കാരണം അല്പനേരമേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ശക്തമായ രീതിയിൽ പോലീസിന് നേരെ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിലെ ആ ബാരിക്കേഡ് തള്ളി മാറ്റുന്നതിന് വേണ്ടി ഒരു ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അങ്ങനെയാണ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. ആ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ താഴെ വീണ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധവുമായി പോലീസിന് നേരെ പ്രവർത്തകർ പാഞ്ഞെടുത്തത്. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു.